ഉത്തരേന്ത്യയിലൊക്കെ ബി ജെ പിയെക്കുറിച്ച് പറയുന്ന ഒരു വലിയ ആക്ഷേപം എന്ന് പറയുന്നത് ഈ ഇലക്ഷനുകളോടനുബന്ധിച്ച് പാവപ്പെട്ട ആളുകൾക്ക് പോയി സാരി, അതേപോലെ തന്നെ പണം, ഇതൊക്കെ വിതരണം ചെയ്യുന്ന ഒരിടപാട് അവർക്കുണ്ട്. അതുവഴി വോട്ട് സമാഹരിക്കാനുള്ള ശ്രമമുണ്ട് എന്ന് ഇവരെക്കുറിച്ച് ഇങ്ങനൊരു പൊതുവായ ആക്ഷേപമുണ്ട്. പക്ഷെ അത് കേരളത്തിൽ നടക്കുന്നത് രഹസ്യമായിട്ട് പൈസ കൊടുക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു എളുപ്പമില്ലാതെ പകൽ കൊണ്ടുപോയി പൈസ കൊടുക്കുന്നത് നമ്മൾ കാണുന്നത് വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. നമുക്കങ്ങനെ കാണാൻ കിട്ടാറില്ല. അത് ധൈര്യമുണ്ട്, അവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആരും കാണത്തില്ല, അറിയത്തില്ല, കേൾക്കത്തില്ല എന്നുള്ളൊരു ധാരണയുണ്ട്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇന്നലെ ഇതുപോലെ സാരി വിതരണം നടത്തിയിരുന്നു എന്ന് ഒരു ആക്ഷേപമുണ്ടായി. കോൺഗ്രസ് അതിനൊരു പരാതി കൊടുത്തു. അപ്പോൾ അതിൻ്റെ അന്വേഷണം നടക്കുന്നതായിട്ടാണ് പുറത്തു വരുന്നത്. അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ കോൺഗ്രസും സി പി എമ്മും ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. സാരി ആരോ കൊടുക്കുന്നുണ്ട്, ഒരു സ്ത്രീ ആണ് സാരി ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ അത് കൂടെ നടന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് അവർ, കേട്ടോ, വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട്. അതേപോലെ ഇവർ കാത്തിരിക്കുകയായിരുന്നു. ഈ ഒരു കോൺവോയ് ആയിട്ടുള്ള കോൺവോയ് വാഹനങ്ങൾ, ഒരു NDAയുടെ കോൺവോയ് ആയിട്ട് പോകുന്ന വാഹനങ്ങളിലാണ്, ബി ജെ പിയുടെ വാഹനങ്ങളിലാണ് ശോഭാ സുരേന്ദ്രനും പരിവാരങ്ങളും ഒക്കെ യാത്ര ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സമയത്ത് ഇതേപോലെ ഒരു വെള്ള ചുരിദാറിട്ട ഒരു സ്ത്രീ നേരെ വന്ന് നേരെ അത് ഒളിച്ചു നിന്നാണ് അത് ഷൂട്ട് ചെയ്തേക്കുന്നത്, പടം എടുത്തേക്കുന്നത്, എന്നല്ല കിട്ടുള്ളൂ. നേരെ വന്നൊരു വീട്ടിൽ കയറി ഒരു പാവപ്പെട്ട വൃദ്ധയ്ക്ക്, പല വീടുകളിലും കയറി കൊടുത്തു കാശ്. അവരുടെ അടുത്തോട്ട് ചെന്ന് അവരുടെ അടുത്ത് എന്തോ ഒന്ന് പറഞ്ഞ് അവരുടെ കയ്യിലോട്ട് ഏതാണ്ട് കൊടുത്തിട്ട് അങ്ങോട്ട് പോയി. ഈ ഫോട്ടോ എടുത്തവർ തന്നെ എളുപ്പം ചെന്ന് ഈ കൈ അവരുടെ പിടിച്ചപ്പോൾ അതിനകത്ത് പൈസ 5000 രൂപ, 500 രൂപ നോട്ടാണ്, 500 രൂപ നോട്ട് മടക്കി വെച്ചേക്കാണ്. അതുകൊണ്ട് അത് കണ്ട് ഈ സ്ത്രീ നടന്ന്, ഈ വെള്ള ചുരിദാറിട്ട സ്ത്രീ പൈസയും കൊടുത്തിട്ട് സ്പീഡിൽ നിന്ന് നടന്ന് നേരെ ഈ കോൺവോയ് ആയിട്ട് ഇങ്ങനെ ഈ കാറുകൾ കിടക്കുകയാണ്. അതിനകത്ത് NDAയുടെ ഒരു കാറിനകത്ത് തന്നെ കയറിപ്പോയി. കയറുന്ന ഒന്നും വിഷ്വൽ കണ്ടില്ല. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ ഇതിൽ ഈ പടമുണ്ട്. അതായത് ഈ സ്ത്രീ ഈ NDAയുടെ തന്നെ ബോർഡ് പതിച്ച ഒരു കാറിനകത്ത് കയറിയിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ്റെ വാഹന കോൺവോയിൽ തന്നെയാണ് ആ സ്ത്രീ യാത്ര ചെയ്തത്. അപ്പോൾ ഇത്രയുണ്ടായി. ഏതായാലും വലിയ പരാതിയായി. അത് പരാതി കൊടുത്തു. ഇപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം മാധ്യമപ്രവർത്തകർ തന്നെ, ഈ പാവപ്പെട്ട വല്യമ്മയുണ്ടല്ലോ, ഒരു 90 വയസ്സെങ്കിലും പ്രായം കാണും, ഇത് വടിയും കുത്തിയാണ് ഇങ്ങനെ നടക്കുന്നത്, കേട്ടോ, അല്ലാതെ മാർഗമില്ല. അവരെ പോയി കണ്ടു. ആദ്യം അവരങ്ങ് പറഞ്ഞ് പൈസ തന്നു. ഇത് ഇന്നാരുടെ ആളാന്നോ അതെ എന്ന് പറഞ്ഞ് പൈസ തന്നു. അതെ, മരുന്ന് വാങ്ങിക്കാനാണ്, എല്ലാം ഓട്ടി വയ്ക്കാൻ വന്നവരടുത്തൊക്കെ പൈസ ചോദിച്ചു. അവർ തരാമെന്ന് പറഞ്ഞിരുന്നു, അയാളെ ആരും തന്നില്ല. ഇതാണ് ആ സ്ത്രീ ആദ്യം പറഞ്ഞത്. പെട്ടെന്ന് അവരുടെ മോനോ കൊച്ചുമോനോ എങ്ങാണ്ടാണ് വേറെ ഒരുത്തനും കൂടെ വന്നിട്ട് പൈസ തന്നോ 3 പ്രാവശ്യം അവരെടുത്ത് ഉറച്ച് വിരട്ടി ചോദിച്ചു. അപ്പോൾ അവർക്ക് കൃത്യം പിടികിട്ടി ഇത് പറഞ്ഞുകൂടെന്ന്. അപ്പം പതുക്കെ വല്യമ്മക്കാലും ഇല്ല, തന്നില്ല. എന്നിട്ട് ഇവരെ മാധ്യമപ്രവർത്തകർ ഉടനെ അത് ഇടപെട്ട് ചോദിച്ചു, പൈസ ചോദിച്ചിരുന്നു എന്നാ ചോദിച്ചാൽ ഇന്ന് തന്നെ ചോദിച്ചത്, തരാമെന്ന് പറഞ്ഞു. ഇതാണ് അവർ പറഞ്ഞത്. പൈസ അവരുടെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഈ കൊച്ചുമോനാണോ മോനാണോ എന്ന് എനിക്കറിയില്ല, ഒരുത്തനാണ്, അവനെ വളരെ ഒരു പെരിശായിട്ടുള്ള ഒരുത്തനാ. അവൻ്റെ കാർമ്മത്യത്തിലായിരിക്കും ചിലപ്പോൾ ഇത് വന്ന് പൈസ കൊടുത്തേക്കുന്നത്. ഏതായാലും അവൻ ഉടനെ വെച്ചു, അവൻ പറഞ്ഞ എന്താണെന്നറിയുമോ, അത് അമ്മയുടെ മടിയിൽ പൈസ ഇരിപ്പുണ്ടായിരുന്നു, ആ പൈസ താഴെ വീണ് അത് എടുത്ത് ഇവർ കൈ കൊടുത്തതാണ്. എളുപ്പമുള്ള കാര്യമല്ലേ. ഈ സ്ത്രീ വന്നിട്ട് പോയ വിവരവും ഒക്കെ, ഒരു വെള്ള ചുരിദാറിട്ട ഒരു സ്ത്രീയെ വന്ന അതൊക്കെ ആദ്യം വല്യമ്മ സമ്മതിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം. വോട്ടിന് കാശ് കൊടുത്ത് വാങ്ങിക്കുക. അതിനി അപ്പം ചോദിച്ചാൽ എന്തെന്നറിയാം, ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണുന്ന വിഷ്വൽസ് എന്ന് പറയുന്നത്, ശോഭാ സുരേന്ദ്രൻ ഒരു കാറിൻ്റെ അടുത്തോട്ട് വരുന്നു, ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം കാണാം. അവിടെ വളരെ വറീഡായിട്ടാണ് അവിടെ പെരുമാറുന്നത് ശ്രീമതി ശോഭ. പെരുമാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പയ്യൻ ആ കാറിനകത്തിരിക്കുന്നുണ്ട്, വേറെ
അതിൻ്റെ ഫ്രണ്ട് സീറ്റിലൊരു സ്ത്രീ, ഒരു ലേഡിയുണ്ട്, വേറെ ഒരാൾ അപ്പുറത്തിരിക്കുന്നുണ്ട് ആ കാറിൽ. വന്നിട്ട് എൻ്റെ മൊബൈൽ പിടിച്ചു പറിക്കാൻ പോവുക അവൻ്റെ. കാരണം അവൻ ഈ ഷൂട്ട് ചെയ്തിട്ടുള്ള മൊബൈലുണ്ടല്ലോ അതങ്ങ് പിടിച്ചു പറിക്കും. നീ എൻ്റെ ഫോട്ടോ എടുക്കുന്നോ? ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ ഫോട്ടോ ഒന്നും എടുത്തല്ല, ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുത്തല്ല എന്നൊക്കെ ഏതാണ്ട് അവൻ പറയുന്നുണ്ട്. എന്തായാലും അവൻ്റെ മൊബൈലിന് വേണ്ടി അങ്ങ് പിടികൂടും. നിങ്ങൾ എന്തിനാ എൻ്റെ മൊബൈൽ പിടിക്കുന്നത് എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നീയേ എൻ്റെ ഫോട്ടോ എടുത്താലുണ്ടല്ലോ നിൻ്റെ കാരണം അടിച്ച് പൊട്ടിക്കും. ഇതാണ് സ്ഥാനാർത്ഥിയുടെ നല്ല ഭാഷയാണ്. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ മാത്രമായിട്ട് പറയുന്നുണ്ട് കാര്യമില്ല. ഇത് നല്ല ഭാഷയാണ് ഉപയോഗിക്കുന്നത് ഈ രീതി. വേറെ തെറിയൊന്നും പറഞ്ഞില്ല, പക്ഷേ കരണം അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞു. അവൻ്റെ കരണം ഇവരെ ഏൽപ്പിച്ചേക്കുക അടിച്ചു പൊട്ടിക്കാൻ. ഇല്ല തേങ്ങയൊക്കെ അടിക്കത്തില്ലേ, അതുപോലെയാണ് അവൻ്റെ കരണം എടുത്ത് അടിച്ചു പൊട്ടിക്കാനേ അവൻ അത് ഏൽപ്പിച്ചേക്കാണ്. ഈ വർത്തമാനമാണ് ഒരു സ്ഥാനാർത്ഥി പറയുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. പണം കൊടുത്ത് വോട്ട് വാങ്ങാൻ പോയെന്നുള്ള അലിഗേഷൻ, അതിനുള്ള തെളിവാണ് ഈ മാധ്യമങ്ങളൊക്കെ വിട്ടേക്കുന്നത്. അപ്പോൾ അന്നേരം അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പത്രലേഖരെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ കണ്ടു. അപ്പോൾ പത്രക്കാരടുത്ത് പോയിട്ട് ആദ്യം ഞാൻ അങ്ങോട്ട് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം, പിന്നെ നിങ്ങൾ ചോദ്യം ചോദിച്ചോണ്ടെന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചു. അവർ പറഞ്ഞു ഇന്നലെ മുതൽ ഇങ്ങനെ ഒരു കാറിൽ ഒരാൾ എന്നെ ഒരു പയ്യനാണ്, 10-22 വയസ്സേ ഉള്ളൂ, അവൻ ഇങ്ങനെ പിന്തുടരുകയാണ്. അപ്പം അങ്ങനെ പിന്തുടർന്നെല്ലാം ഈ പൈസ കൊടുക്കുന്നോ വാങ്ങുന്നോ സാരി കൊടുക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാൻ തന്നെ അവർ പോകുന്നത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. ഏതായാലും അങ്ങനെ അവനെ എന്നെ 3 തവണ, ഇത്രയും പ്രായമുള്ള എന്നെ, അവൻ്റെ അമ്മയാവാൻ പ്രായമുള്ള എന്നെ 3 തവണ സെക്ഷലി ഹരാസ്മെൻറ്റ് നടത്തുന്ന വിധത്തിലുള്ള ആംഗ്യം കാണിച്ചു. അത് പറയാൻ എളുപ്പമാണ്. പണ്ടൊരുത്തി അവിടെ നമ്മൾ തിരുവനന്തപുരത്ത് പറയുന്നത് കേട്ട്, ഏതാണ്ട് സെക്ഷലി കളേർഡ് റിമാർക്ക് ഒരു ഡ്രൈവർ ബസ് ഓടിച്ചുകൊണ്ട് പോയി, വളരെ ദൂരെ നിന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് വന്നതാണ്. അവനെ കയറി തടഞ്ഞു നിർത്തിയപ്പോൾ അവൻ ഇങ്ങനെ കാണിച്ചെന്ന് കേട്ടോ. എളുപ്പമുള്ള കാര്യമല്ലേ പറയാൻ. ഇത് ഒരു വലിയ കാർഡായി ഇതങ്ങ് ഇറക്കിയാൽ മതി. അപ്പോൾ എന്നാൽ ഇങ്ങനെ ഒരു സെക്ഷലി കളേർഡ് റിമാർക്ക് അല്ലെ സൈൻ, അതായത് ഈ സെക്ഷലി ഹരാസ്മെൻറ്റ് നടത്തുന്ന വിധത്തിലുള്ള ഒരാംഗ്യം കാണിച്ചാൽ ഒരു സ്ത്രീ, ഞാൻ ഇറങ്ങിപ്പോകത്തില്ലേ, ഞാൻ ഇറങ്ങിപ്പോകാതിരിക്കണമെന്നാണോ പറയുന്നത്, ഞാൻ ഇറങ്ങും ഇങ്ങനെ കാണിച്ചാൽ. എന്നാൽ ആദ്യം ചെന്നാൽ എന്തോ ചെയ്ത്, നീ എന്തോടാ കാണിച്ചെന്നല്ലേ ചോദിക്കണ്ടേ, അല്ലെ നീ എന്നെ ആംഗ്യം കാണിച്ചെന്ന് പറയണ്ടേ. അതിന് പകരം അവരുടെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത് ഫോട്ടോ എടുത്തെന്നാണ്. പിന്നുള്ള പരിപാടിയാണ് ഈ ആലോചിച്ചിട്ട് ഇവൻ ഈ ആംഗ്യം കാണിച്ചെന്ന് പറയാനുള്ള ഇടപാട്. ഒരാംഗ്യം അന്നേരം കാണിക്കുന്നില്ല, അവൻ വളരെ മര്യാദയ്ക്ക് ഇരിക്കുന്നത്. അവൻ ഇച്ചിരി പേടിച്ചരണ്ടായിരിക്കുന്നത്, കാരണം അവരെ മൊബൈൽ കയറി പിടിക്കുകയാണ്. അപ്പം ആദ്യം അവൻ്റെ അടുത്ത് ഇത് ചോദിക്കാതിരുന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ആ പറയുന്നതിനകത്ത് യാതൊരു ഉത്തമബോധ്യവും ഇല്ലെന്നുള്ളത്, ഉത്തമവിശ്വാസവും ഇല്ലെന്നുള്ളത് നമുക്കറിയാം, മനസ്സിലാവും. അപ്പോൾ അത് തെറ്റാണ്. പിന്നെ മാധ്യമപ്രവർത്തകരോട് അങ്ങോട്ട് ചോദിക്കും, നിങ്ങൾ കണ്ടോ എൻ്റെ കൂടെ വന്ന സ്ത്രീ, ആ സ്ത്രീ ആര്, അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്കേ അറിയാവൂ എന്ന് ആദ്യം അവർ പറയുന്നുണ്ട്. മാധ്യമങ്ങളല്ലേ, അവർ അന്വേഷിച്ചെടുക്കും ഇതാരാണെന്ന്. പിന്നെ അന്നേരം അതിലൊരു പെൺകുട്ടിയുണ്ട്, ഏതോ ഒരു മാധ്യമത്തിലെയാണ്, അത് മലയാളം ചാനലോ മീഡിയ ഒന്നാണോ ആരോ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഒരു പെൺകുട്ടിയുണ്ട്, അതിൻ്റെ ശബ്ദമുണ്ട്, വളരെ വളരെ വിഗറസായിട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, വിജിലൻ്റായിട്ട് വിഗറസായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു. അത് മാഡം അങ്ങനല്ല, ചേച്ചിയുടെ കൂടെ ചേച്ചിയുടെ കൂടെയുള്ള കാറിനകത്താണ് ആ സ്ത്രീ കയറിയത്, എനിക്ക് അതിന് നിങ്ങൾക്ക് എന്തോ തെളിവ്? ഉടനെ മൊബൈലെടുത്ത് ഫോട്ടോ കാണിച്ചു കൊടുത്തു. ദാണ്ടേ ഈ കാറിനകത്ത് ഈ ഇരിക്കുന്ന സ്ത്രീ ഏതാണെന്ന് പറഞ്ഞാൽ മതി, ഈ വെള്ള ചുരിദാർ ഇട്ടിരിക്കുന്നത് ആരാണെന്ന് പറഞ്ഞാൽ അതിനൊന്നും മറുപടിയില്ല. അതിന് മുഖം എന്തി? ഉടനെ അതാണ് ചോദ്യം. ഈ വെള്ള ചുരിദാർ ഇട്ടവരാ ഇറങ്ങി പൈസ കൊടുത്തത്, അവരാണ് കാറിനകത്തിരിക്കുന്നതെന്നും വന്നു. ഇനി ഇതിനെക്കുറിച്ച് ശരിയായ അന്വേഷണം നടത്തണം. അപ്പോൾ ഇത് പിഷാരടി, രമേശ് പിഷാരടിയാണല്ലോ അവിടെ UDFൻ്റെ കാൻഡിഡേറ്റ്. പിഷാരടി എടുത്ത പത്രക്കാർ ചോദിച്ചു ഇത് എന്താണ് ഇതിനെക്കുറിച്ച്. അപ്പോൾ പിഷാരടി വളരെ മര്യാദയ്ക്കാണ് പറഞ്ഞത്. അപ്പോൾ അതായത് എനിക്ക് ഒന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, ഒരുപാട് നിയന്ത്രണങ്ങളുള്ളതാണ്. ഇപ്പോൾ അടൂരൊരു സ്ഥാനാർത്ഥി കിടന്ന് കരഞ്ഞ് പ്രശ്നമുണ്ടാക്കി, ഇപ്പോൾ കേസുമായി അയാളുടെ പേർക്ക് വയലേഷനാണ്, കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ വയലേഷനാണ്. അപ്പോൾ അതായത് പോൾ കോണ്ടക്റ്റിൻ്റെ വയലേഷനാണ് ഇലക്ഷൻ അപ്പോൾ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ. അതുകൊണ്ടാണ് അയാൾ ഭയന്ന് അയാളൊന്നും പറഞ്ഞില്ല. അയാൾ പറഞ്ഞ് എനിക്ക് പറയാൻ ഒരുപാട് പരിമിതികളുണ്ട്, ഇപ്പോൾ എനിക്കത് പറയാൻ പറ്റുന്നില്ല, ഇലക്ഷൻ വേണ്ടി നിൽക്കുകയാണ്, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള സമയമാണ്, എനിക്കതിനെക്കുറിച്ച്. കാരണം ഇയാൾക്ക് ഉറപ്പില്ലാതെ ഇയാൾ കയറി പറയാൻ നോക്കുമോ ഇവർ പൈസ കൊടുത്തെന്ന്?
ആ സ്ഥാനാർത്ഥി പൈസ കൊടുത്തെന്ന് പറഞ്ഞ് ഒരു അലിഗേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ പേര് കേസ് വരും. അത് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ. അതുകൊണ്ട് അയാൾ വളരെ കാര്യമായിട്ടാണ് ആലോചിച്ചാണ് അയാൾ മറുപടി പറഞ്ഞത്. അതിനെ ഇപ്പോൾ കുറ്റം പറയുന്നുണ്ട് അയാൾ എന്തുകൊണ്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്ന്. അയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ആ സിറ്റുവേഷനാണ് ഉള്ളത്. പിന്നെ അപ്പോൾ അതിനകത്ത് വേറൊരു പണിയും ഒരു കൊളുത്തും കൂടെ ഒന്ന് നോക്കിക്കോളൂ. ഇതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. പൈസ കൊണ്ടുപോയി കൊടുക്കാൻ പോയി, അത് ഞാനല്ല, എൻ്റെ കൂടമല്ല, ഇത് എൻ്റെ നാടല്ല, ഇത് ഞാനല്ല, എൻ്റെ ഇങ്ങനല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ. വേറൊരു പണിയും കൂടെ ഒപ്പിച്ചു. കൊല്ലത്തുനിന്നും കണ്ട ഒരു സ്ത്രീ, ഒരു യുവതി വന്ന് എന്നെ കണ്ടിരുന്നു, ഇതെല്ലാം ഞാൻ പിന്നെ പുറത്തുവിടും. ഈ സ്ഥാനാർത്ഥി അല്ല, അത് UDFൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ ഒരു കൊല്ലത്തുനിന്നൊരു യുവതി വന്ന് എൻ്റെ അടുത്ത് ഒരു പരാതി കൊണ്ടുകൊടുന്ന്. പരാതി സ്വീകരിക്കാൻ ഇവരാരാ? പോലീസുകാരിയോ? എനിക്കറിഞ്ഞുകൊണ്ട് എന്തുവന്ന്. ഇവർ ജയിച്ചാണെങ്കിൽ MLA ആവും, അത് കഴിഞ്ഞ് പരാതിയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇതല്ല, ഇതിപ്പോൾ അല്ലാതെ ഒരു യുവതി വന്ന് കണ്ട് ഏതാണ്ട് എഴുതി കൊടുത്തിട്ടുണ്ടെന്ന്. അതെൻ്റെ കയ്യിരിപ്പുണ്ട്, അത് 10-ാം തീയതി കഴിഞ്ഞ് ഞാൻ വെളിവാക്കുമെന്ന് ഒരു പുകമറ സൃഷ്ടിച്ച് ആ പിഷാരടിക്കെതിരെ വളരെ മോശമായ ഒരു അലിഗേഷൻ അങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് പറഞ്ഞു. എന്നാൽ അലിഗേഷൻ പറഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല, പറഞ്ഞില്ലോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട്. ആ പരുവത്തിൽ ഇല്ലേ, കന്ന് വെള്ളത്തിൽ ചാണകം ഇടത്തില്ലേ എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരിടപാട് അതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെയൊക്കെ? ഇതൊക്കെയാണോ മത്സര രംഗത്ത് വേണ്ടത്? നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ, ഇന്ന് സാരി കൊടുക്കുന്നതിൻ്റെ പടമുണ്ട്, എന്തെന്നായാലും ശരി, അങ്ങനെയുള്ള അതേ കളറിലുള്ള സാരി കൊടുത്ത് ഒരുപാടെണ്ണം ഇറങ്ങി നിന്ന് തുള്ളുന്നത് കണ്ട്. അപ്പം ഇതൊക്കെ ഉണ്ട്. കുറേ പേര് സാരി കൊടുത്തവർ വന്നു, കുറേ പേര് വന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ശരി, സാരി കൊടുപ്പ്, ഇതുപോലെ പൈസ കൊടുപ്പ്, പണം, ഈ പണം ഈ സ്ഥാനാർത്ഥിയുടെ കൂടെ പോകുന്ന ഈ വണ്ടിയിലൊക്കെ കൂടെ പോകുന്ന വണ്ടികൾ കൊണ്ടുപോയി ആ വണ്ടികളൊക്കെ ഒന്ന് പരിശോധിക്കണ്ടേ? അത് ഈ പണം കൊണ്ട് കൊടുക്കാൻ തന്നെയാണ്. ഒരുപാട് വീട്ടിൽ പണം കൊടുത്തതായിട്ട് ഉള്ള ഇവർക്ക് മനസ്സിലായി, വിവരം കിട്ടിയാണ് ഇവർ പുറേ പോയി കഷ്ടപ്പെട്ട് ഒരു ഫോട്ടോ എടുത്തത്. ഇത് സാധാരണ കിട്ടത്തില്ല, ഒരു വീഡിയോ പിടിച്ചതാണ്. സാധാരണ ഇത് കിട്ടുകയല്ല. ഇതെങ്ങനെയോ അങ്ങ് പറ്റി, ഒരെണ്ണം പറ്റി. അത് ഇവരുടെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് പറ്റിയതാണ്, ഈ പൈസ കൊടുത്തവരുടെ. കാരണം ഇത് കൊടുത്താൽ പിടിക്കപ്പെടത്തില്ല. കാരണം കോൺവോയ് ആയിട്ടാണ്, ഒരു 5-6 കാറുകളുണ്ട്. അപ്പോൾ ഇറങ്ങി മുന്നിലുള്ള ഒരു കാറിലോട്ട് നടന്ന് പോകുന്നുണ്ട് ഈ സ്ത്രീ, സ്പീഡിന് പോകുന്നുണ്ട് നടന്ന്. അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് ഇവരെ കൂടെ ഓടിപ്പോകാനേ ഇവർക്ക് പറ്റിയിട്ടില്ല. അതും കൂടെ പോയി ഒന്ന് എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ. അത് നടത്തിയില്ല എന്നുള്ളേ ഉള്ളൂ. എന്തായാലും ശരി, ഇത് ശരിയായി അന്വേഷിക്കേണ്ടതാണ്, ഇങ്ങനൊരു സംഭവം അന്വേഷിക്കേണ്ടതാണ്. സ്ഥാനാർത്ഥിക്ക് ഇതിനകത്ത് ഇടപാടുണ്ട്. സ്ഥാനാർത്ഥി അറിഞ്ഞുകൊണ്ടാണ് ഇതുപോലെ ബ്രൈബ് ചെയ്തതെന്ന്, വോട്ടിന് വേണ്ടി ബ്രൈബ് ചെയ്തതെന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിത്വം തന്നെ തകരാറിലാണ്, പ്രശ്നമാണ്. ഏതായാലും അത് ശരിയായ രീതിയിൽ അന്വേഷിക്കണം. കാരണം ജനാധിപത്യം നടക്കണ്ടേ? ഇതാണോ ജനാധിപത്യം? ഈ കാണുന്നതൊക്കെ ഇതൊക്കെയാണോ ജനാധിപത്യം?